ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ചേർത്തല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ശുചീകരണ യജ്ഞത്തിൽ ചേർത്തല എംഎൽഎ കൂടിയായ കൃഷി മന്ത്രി പി പ്രസാദും പങ്കെടുത്തു. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശുചിത്വോത്സവത്തിന്റെ ഭാഗമായി ജനകീയ ശുചീകരണം സംഘടിപ്പിച്ചു. ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ കാട് പിടിച്ചു കിടക്കുന്ന ഭാഗങ്ങളാണ് ജനകീയ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ശുചീകരിച്ചത്. റെയിൽവേ സ്റ്റേഷനിലെ കാട് യാത്രക്കാർക്കും നാട്ടുകാർക്കും വെല്ലുവിളിയായ സാഹചര്യത്തിലാണ് നഗരസഭയുടെ ജനകീയ ഇടപെടൽ. മന്ത്രി പി പ്രസാദ് ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് അതിൽ പങ്കെടുത്തു. ശുചിത്വമില്ല എങ്കിൽ ആഘോഷങ്ങൾ നടക്കുമെങ്കിലും ആരോഗ്യം അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. ആരോഗ്യമില്ല എങ്കിൽ പിന്നെ എന്ത് ആഘോഷം? ഈ കാര്യത്തെ ഗൗരവതരമായിട്ടാണ് ചേർത്തല നഗരസഭയും എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്വച്ഛതാ ഹി സേവ 2025 ചേർന്നിട്ട് സ്വച്ഛോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ സ്വച്ഛോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ചേർത്തല നഗരസഭയും മാതൃഭൂമി ദിനപത്രവും കൂടി ചേർന്നിട്ട് പൊതുവിടം ശുചീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചേർത്തല ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിടങ്ങൾ ഇപ്പോൾ ശുചീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ ടി.എസ്. അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, കൗൺസിലർമാർ, വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും NCC, NSS, SPC കേഡറ്റുകളും കുടുംബശ്രീ, തൊഴിലുറപ്പ് പ്രവർത്തകരും, ഹരിതകർമ്മ സേനാംഗങ്ങളും, ശുചിത്വ തൊഴിലാളികളും, സന്നദ്ധ പ്രവർത്തകരും, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അടക്കം നൂറുകണക്കിന് ആളുകൾ ജനകീയ ശുചീകരണത്തിൽ പങ്കാളികളായി. 35 വാർഡുകളിലുമായി 5000-ഓളം സന്നദ്ധ പ്രവർത്തകർ അണിനിരന്ന വാർഡ് തല ശുചീകരണത്തിന് ശേഷമാണ് ജനകീയ പൊതു ശുചീകരണം നടക്കുന്നത്. ഇതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സമാപനം കുറിച്ച് ഒക്ടോബർ 2 നഗരസഭയിലെ 35 വാർഡുകളിലൂടെയും കായിക താരങ്ങളെ അണിനിരത്തി ശുചിത്വ ദീപശിഖ റിലേ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്.